മഴ തോരുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കമല. അപ്പോൾ വൈജയന്തിയോട് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറയുന്നു അലീനയ്ക്ക്. അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കൊണ്ടു കൊടുത്താലേ പറ്റുള്ളൂ. ഇന്ന് മസാല ദോശ ബബിമോള് കൊണ്ടു കൊടുത്തപ്പോൾ ഡിഗ്രി കുറവെന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസ്, അതായത് അതൊക്കെ നമ്മൾ ഇത്ര ഡിഗ്രി പനീന്നൊക്കെ അല്ലേ പറയുള്ളൂ, അല്ലാണ്ട് മസാല ദോശയ്ക്ക് ഉണ്ടാ ഓരോരോ വേഷം കെട്ട്. ഇത് സൂക്കേട് വേറെ തന്നെയാണെന്നും കമല പറയുന്നു. എന്തായാലും വടിയെടുത്തിട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ നിന്നെ അടിച്ചോ? പിന്നെ അടി കൊള്ളാൻ ആരാ നിന്ന് കൊടുക്കണത്? ഞാനപ്പോഴത്തേനും ശിവേട്ടനെ വിളിച്ചു, ഇങ്ങോട്ട് പോരണെന്ന് പറഞ്ഞു. ശിവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു തീരുമാനം ഇല്ലാണ്ട്, അതായത് അവൾ അവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഞാനിവിടുന്ന് പോകില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പോൾ സമാധാനമായി എനിക്കെന്ന് പറയും. എന്താ കമലാട്ടി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല, നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഇനി എല്ലാവരും ഇങ്ങോട്ടല്ലേ വരുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. കമലയ്ക്കാണെങ്കിൽ ചോറ് വയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മടിയല്ലേ. അതുകൊണ്ടാണ് കമല അങ്ങനെ പറഞ്ഞത്. നീ ഇവിടെ ഇരിക്കും, ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് വേറെ സാരിയൊക്കെ കൊടുത്ത് നിൽക്കണം ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് കമല ഫോൺ ചെയ്യുന്നു ശിവേട്ടന്. ശിവേട്ട ഡ്യൂട്ടിയിലാണോ എന്നൊക്കെ ചോദിക്കും. അല്ല തിരക്കൊന്നുമില്ല, നീ പറഞ്ഞോ എന്ന് പറയും വിശേഷങ്ങൾ. എന്ത് വിശേഷം? എനിക്കല്ലല്ലോ വിശേഷങ്ങൾ മുഴുവൻ കടപ്പാട്ടൂരല്ലേ. അവൾ എന്നെ വിളിച്ചായിരുന്നു. എന്ത് ചെയ്യും, അവൾ അവിടെ ഭയങ്കര പ്രശ്നത്തിലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ബാലചന്ദ്രൻ എന്നതിൻ്റെ സുഖടാന്നൊക്കെ ചോദിക്കും. എനിക്കറിയില്ല എന്തിൻ്റെയാണ് ആ പെണ്ണിനെ പറഞ്ഞയക്കാണ്ട്. മാനു ഒരു പെണ്ണിനെ കഴക്കൂട്ടന്ന് പോയി കൊണ്ടുവന്നില്ലേ, അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണെന്ന് പറയും. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവള് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, പെട്ടിയും ബാഗും കിടക്കൊക്കെ എടുത്തിട്ടെന്ന് പറയും. ഇങ്ങോട്ട് വന്നോ? എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു വരുന്നുണ്ടെന്നൊക്കെ. വന്നു എന്ന് പറയും. ഞാനെന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ അവളെ വിടില്ല എന്നല്ലേ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊന്ന് ബാലചന്ദ്രനെ വിളിച്ചാലോ? ശിവേട്ടൻ വിളിച്ച് നോക്ക്, അല്ലാണ്ട് പിന്നെ വേറെ എന്താ ചെയ്യാന്ന് പറയും. ഞാൻ വൈദ്യരെ കൊടുക്കാമെന്ന് പറയും. എന്നാൽ കൊടുക്ക് എന്ന് പറയും. അങ്ങനെ കമലടുത്തി എന്ന് പറയും, സോറി ഏട്ടാ ഞാനാണെന്ന് പറയും. വൈദ്യ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നോ? എടി അവിടെ എന്താ പ്രശ്നം സത്യത്തിലെന്ന് പറയും. എന്ത് പ്രശ്നം? അവിടെ ഒരു ജോലിക്കാരനെ കൊണ്ടുവച്ചില്ലേ, എനിക്ക് അവളെ വേണ്ട എന്ന് പറയും. എടി ഞാനെന്നാ പിന്നെ എന്താ ചെയ്യുക, ബാലേന്ദ്രനെ ഞാൻ വിളിച്ചാലോ എന്ന് ചോദിക്കും. ബാലേന്ദ്രനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പഴയ ബാലേന്ദ്രനൊന്നും അല്ല, ഇത്തിരി സാമർത്ഥ്യം കൂടിയിട്ടുണ്ട്. എല്ലിൻ്റെ ഇടയിൽ വറ്റ് കുത്തി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാമർത്ഥ്യമൊക്കെ ഇനി കാണിക്കുന്നത്. അവിടെ എനിക്ക് ഒട്ടും വിലയില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ആൾക്കാരെ പുറത്തേക്ക് വരും. കമല അടുക്കളയിലേക്കും പോകും. എന്നിട്ട് പറയും, ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്നാ, ഗംഗേട്ടനെ വിളിക്കട്ടെ എന്നറിയും. ഗംഗേട്ടനല്ലേ നാട്ടിലുള്ളൂ. വേണ്ട ഗംഗേട്ടനെ ഇതിൽ ഇടപെടുത്തണ്ട. ഗംഗേട്ടൻ വന്നിട്ട് എൻ്റെ കരണത്ത് അടിച്ചിട്ടാണ് പോയതെന്ന് പറയും. അവളെപ്പറ്റി നല്ലതും പറഞ്ഞ്. ഗംഗേട്ടൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗംഗേട്ടൻ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ ന്യായമല്ലെന്നോ? അവള് എൻ്റെ പല കഥകളും അറിയാം. എന്നോട് എന്തൊക്കെയോ പറയാനും ചോദിക്കാനുള്ള പോലെയാണ് അവളുടെ നിൽപ്പും ഭാവവും. എനിക്ക് അങ്ങനത്തെ ഒരുത്തിനെ വേണ്ട. ഞാൻ അങ്ങനെ ഒരുത്തിനും ഭാരം തലയിൽ ചോക്കില്ല. അത്രേ ഉള്ളൂ. നിങ്ങളാരെങ്കിലും നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാന്ന്. നിങ്ങൾ സമ്മതിക്കാണ്ടല്ലേ ഇങ്ങനെ ഒരു കുരുക്കെടുത്ത് എൻ്റെ തലയിൽ വെച്ചിരുന്നത്. ആദ്യം ഞാൻ പറയുന്നത് മാത്രം ബാലചന്ദ്രൻ കേട്ടിരുന്നുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് പോയിട്ട് വേറെ ആര് പറയുന്നതും കേൾക്കാത്ത അവസ്ഥയിലായി ബാലചന്ദ്രൻ. ഇത്രയും നാൾ നീയല്ലേടി അവിടെ ഭരിച്ചിരുന്നത്. നീ അങ്ങോട്ട് നീക്കാൻ പറഞ്ഞ അങ്ങോട്ടും, ഇങ്ങോട്ട് നീക്കാൻ ഇങ്ങോട്ടും പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടി ആരുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അലീനയാണെന്ന് വിചാരിച്ചത്, പക്ഷേ അലീനല്ല, നാൻസിനായിരുന്നു വിളിച്ചത്. എന്നിട്ട് രണ്ടാമതും അടുക്കളയിൽ വന്ന് പണിയൊക്കെ നോക്കി വീണ്ടും നാൻസിനെ വിളിക്കുന്നുണ്ട്. മോളെ രേവതിക്കുട്ടി എന്ന് പറയും നാൻസി വിളിച്ചിട്ട്. നാൻസി ചേച്ചി എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കും. നല്ല വിശേഷം തന്നെ. പിന്നെ നാൻസി ചേച്ചി തന്നെ നമ്പറിൽ ടോണിച്ചായൻ്റെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വിളിയില്ല, ബി പി ഇല്ല, ബിസി ഇല്ല, ഒന്നുമില്ല എന്നറിയും. മോളെ ഗൾഫിലല്ലേ, വാട്സപ്പ് കോളൊന്നും ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ല? അതും ചെയ്ത് വാട്സപ്പൊന്നും ഇല്ല എന്നറിയും. അവർ ഭയങ്കര വലിയ തറവാട്ടുകാരാണ്. നല്ല അഭിമാനികളും അന്തസ്സുള്ളവരും പാവങ്ങളുമാണ്. അല്ലെങ്കിൽ ഇപ്പം ലോറിക്ക് ഗുണ്ടകളിറക്കി വീട് തല്ലി പൊളിച്ചേനാ ചതിച്ചതിൻ്റെ പേരിൽ. അവർ മിണ്ടാണ്ട് നിൽക്കുകയല്ലേ. അപ്പം എന്തായാലും അവർ മോശക്കാരൊന്നും അല്ല എന്ന് പറയും. ഇനി അവരെ കിട്ടാൻ എന്ത് ചെയ്യും ചേച്ചി എന്ന് ചോദിക്കും. എന്ത് ചെയ്യാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷെറീൻ്റെ വെഡ്ഡിങ് കാർഡിലെങ്ങാനും അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ തപ്പിയെടുത്ത് തരാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, നീ നിൻ്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ? അപ്പോൾ എങ്ങനെ മാമച്ചായൻ്റെ ഗ്രേസ് അമ്മേരെയും വീട്ടിൽ നീ എങ്ങനെ റിലേഷൻ നടപ്പം? ഞാനൊരു ഓർഫനാണ് ചേച്ചി എന്ന് പറയും. എന്നെ മാമച്ചായനെയും ഗ്രേസ് ആൻറ്റിയും ദത്തെടുത്താണെന്ന് പറയും. ആണോ എന്ന് ചോദിക്കും. പക്ഷേ
ദത്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനൊരു വേലക്കാരിയായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പം ഞാനിവരുടെ മോളാണെന്ന് പറയും. അത് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറയും. എന്നെ ഇവർക്ക് ജീവനാണ് ചേച്ചി. ഞാനിടയ്ക്ക് ആലോചിക്കും, ഞാൻ തറയിൽ കിടന്നിരുന്നവളല്ലേ, എന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത്, അങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കും. ഞാനൊരു ഓർഫനല്ലേ, ഏതോ ഒരു അമ്മ വേണ്ടാണ്ട് പ്രസവിച്ച് കൊണ്ട് തള്ളിയത് തന്നെ എന്നൊക്കെ ഞാൻ ആലോചിക്കും. നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. അത് ശരിയാണ്, പക്ഷെ നിന്നെ കണ്ട ആർക്കും ഇഷ്ടപ്പെടും നിൻ്റെ പെരുമാറ്റം. എനിക്ക് തന്നെ നിന്നെ ഒത്തിരി ഇഷ്ടമായി എന്ന് പറയും. ആണോ ചേച്ചി? അതേന്ന് പറയും. ആ അപ്പം പിന്നെ പിന്നെ അതുകൊണ്ടാണല്ലോ നിനക്ക് ഞാൻ ഇങ്ങനെയുള്ള ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. വേറൊരു രഹസ്യം കൂടെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഷെറിൻ മധുരയിൽ നിന്ന് വന്നപ്പോൾ കുഞ്ഞുണ്ടായില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷെ കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറയും. ആണോ ചേച്ചി എന്ന് ചോദിക്കും. ആ കുഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഷെറിൻ്റെ കൂടെ അല്ലാന്ന് മാത്രം വേറെ ആരോണോ കൊണ്ടുവന്നതെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി ചേച്ചി. അറിയില്ല മോളെ, കൊന്നോന്നോ വല്ല അനാഥാലയത്തിൽ വളർത്താൻ കൊടുത്തോന്നൊന്നും അറിയില്ല. എന്നിട്ട് എന്ത് മാസം ഷെറിനെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിക്കുമായിരുന്നു എന്ന് പറയും. അതേയോ എന്ന് പറയും. വിവാഹശേഷം, അതിനുശേഷമല്ലേ വിവാഹം കഴിഞ്ഞത്, വിവാഹശേഷം ആ പതിവ് തെറ്റി, അതുകൊണ്ടല്ലേ അവൾക്ക് ഭ്രാന്തായി എന്ന് പറയും. അതേല്ലേ ചേച്ചി, ഞാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ അടുത്ത വിവരങ്ങൾ അറിയിക്കാട്ടെ മോളെ, എനിക്കൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നാൻസി ഫോൺ വയ്ക്കും. പിന്നെ കാണിക്കുന്നത് മനുവിൻ്റെ വീടാണ്. മനുവിൻ്റെ വീട്ടിലേക്ക് ഒരു കാറ് വന്ന് ഇറങ്ങുന്നുണ്ട്, എയർപോർട്ട് ടാക്സിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ രാജീവൻ ഇറങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ട്. എത്രായിരം ടാക്സിയുടെ റേറ്റ്, വണ്ടിയുടെ റേറ്റൊക്കെ ചോദിക്കുമ്പോൾ 4000, അത് ഇത്തിരി കൂടുതലല്ലേ എന്ന് പറയും. പാല വരെയും വന്നില്ല സാർ എയർപോർട്ടിൽ നിന്ന് പറയാം. ശരി എന്ന് പറഞ്ഞ് 4000 രൂപ തന്നെ എണ്ണിക്കൊടുത്ത് ബാഗൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് പതുക്കനെ വരുന്ന കോണിമ്പല്ലടിക്കുന്ന. അപ്പോൾ ആ സമയത്ത് നാത്തൂനൊക്കെ ഇരുന്നും കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയായിരിക്കുള്ളൂ. രാവിലെ തന്നെ ആ വൈജയന്തി കമലയും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയും ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈജയന്തി വന്ന് വാതിൽ തുറക്കുമ്പോൾ സഹോദരൻ വന്നിക്കണ്. രാജീവേട്ടനോ വായോ എന്ന് പറയും. എന്തൊക്കെയുണ്ട് വൈജയ വിശേഷം എന്ന് പറയുമോ. എൻ്റെ വിശേഷം എന്താ, ഇതൊക്കെ തന്നെയെന്ന് പറയും. എന്നിട്ട് അപ്പം സഹോദരനാണ് വന്നതെന്ന് കണ്ടോടുകൂടി കമലയുടെ മുഖം മങ്ങി. ഇനി അടുത്ത ഭാര്യയായി എന്നുള്ള നിലയ്ക്ക് പണിയെടുക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ രാജീവ എന്തൊക്കെയുണ്ട് കമലടുത്ത് വിശേഷം, പിള്ളേർ എന്തേന്ന് ചോദിക്കും. പിള്ളേർ മനു ഇവിടെ ഇല്ലല്ലോ, മനു എറണാകുളത്താണ്, ടെക്നോ പാർക്കിലാണ്. മറ്റു രണ്ടുപേരും കോളേജിൽ പോയി എന്ന് പറയുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണമെന്ന് പറയും. അപ്പോഴത്തേന് കമലയുടെ മുഖം വീണ്ടും വാങ്ങും. എന്നിട്ട് അവിടെ ഇരിക്കും. ഞാൻ അതൊക്കെ തരാം, നിൻ്റെ വിശേഷങ്ങൾ പറയുന്നറിയും. എൻ്റെ വിശേഷം എന്ത്, ശിവേട്ടൻ വിളിച്ചു ഇന്നലെ രാത്രി പറഞ്ഞു, അപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് രാവിലെ ഇവിടെ എത്തിയെന്ന് പറയും. ഇന്ന് രാവിലെ എത്താന്ന് പറയുമ്പോൾ 2.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ, അതൊന്ന് ഇത്ര രാവിലെ എത്തിയെന്ന് പറയും. ഇനി പറയും ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താ, നീ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. എന്താ വേണ്ടത്, ഞാൻ തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാന്ന് പറയും. കൊല്ലൊന്നും വേണ്ട, അവളെ കെട്ടിയോനല്ലേ അങ്ങനെയൊക്കെ പറയും. അപ്പം കെട്ടിയോനല്ല പറഞ്ഞത്, ആ വേലക്കാരിനെ എന്ന് പറയും. എടാ നിനക്ക് അവളെ തല്ലിക്കൊന്നും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ നിനക്ക് പിന്നെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ, നിനക്ക് അങ്ങോട്ട് പോകണ്ടേ എന്ന് ചോദിക്കും സിംഗപ്പൂർക്ക് കമലെടുത്തി. ഞാൻ തല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, എന്തിനും ഞാൻ തയ്യാറാണെന്ന് പറയും. അവളെ എനിക്ക് തല്ലി 2 അടി കൊടുത്താൽ എനിക്ക് കൊടുക്കാവുന്നത്, അവളെ തല്ലാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട, അവളെ ഞാൻ എത്ര തല്ലിയാലും അവൾ നിന്ന് കൊള്ളുള്ളൂ എന്ന് വൈജയന്തി സഹോദരനോട് പറയുന്നു. പിന്നെന്താ ചെയ്യാന്ന് പറയും. ബാലേന്ദ്രനോട് ഞാൻ സംസാരിക്കാം, ഞാൻ അവിടെ വന്നാൽ അവളെ ഞാൻ കഴുത്തിന് പിടിച്ച് കുത്തി ഇറക്കുകയും ചെയ്യാം, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. എപ്പോൾ നമുക്ക് പോകണമെന്ന് ചോദിക്കും. നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറയും. എന്നിട്ട് കമല നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്ന് പറയും. എന്നിട്ട് രാജീവൻ നമ്മുടെ വൈജയന്തിയോട് ചോദിക്കുന്നു, എന്ത് പറ്റി ബാലേന്ദ്രന്, നമ്മളെ വീടിൻ്റെ അടുക്കള തിണ്ണയിൽ ചാണം മെഴുകിയ തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിച്ച ബാലചന്ദ്രന് ഇപ്പം എങ്ങനെ ഇത്ര നെകളിപ്പോന്ന്, ഓർമ്മയൊന്നുമില്ല. ഇപ്പോഴത്തെ ആളുടെ വിചാരം വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചതെന്നാണ്. ഇപ്പോൾ ഒരാളുടെ മുന്നിൽ നമ്മളാണ് തോറ്റു നിൽക്കുന്നത്. ഇത്രയും നാൾ ഞാൻ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഞാൻ ബാലേന്ദ്രൻ്റെ കാര്യത്തിൽ ഒന്നിലിടപെട്ടിരുന്നില്ല, ഇപ്പം എന്നെ ഭരിക്കണേ, ഞാനത് നിന്ന് കേൾക്കേണ്ടി വരുന്നെന്ന് പറയുന്നത്. എന്നിട്ട് കമലനെ കേൾക്കാണ്ട് പറയും, അവളെനിക്ക് വേണ്ട രാജീവേട്ട, അത് മാത്രമുള്ള പ്രശ്നം എന്ന് പറയും. അതിന് കാരണം ചോദിക്കും. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമെന്ന് പറയും. ഞാൻ പറയാമെന്ന് പറയും. അവൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ അതായത് അവൾ കള്ളിയാണോ, അവൾ അഹങ്കാരിയാണോ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ അതായത് ആണുങ്ങളെ വശീകരിക്കുന്നവളാണോ, അത് നീ എന്നോട് സത്യമായിട്ട് പറയണമെന്ന് പറയും. അപ്പോൾ പിന്നെ അലീനനെ കുറിച്ച് വൈജയന്തിക്ക് നമ്മുടെ രാജീവനോട് തുറന്ന് പറയാണ്ട് നിവർത്തിയില്ല. അപ്പോൾ പറയുന്ന അഹങ്കാരിയൊന്നുമല്ല,
ഞാൻ എത്ര അടിച്ചാലും നിന്നുകൊള്ളും. പിന്നെ കള്ളിയുമല്ല, ഇന്ന് വരെ ഒന്നും കട്ടിട്ടും ഇല്ല എന്ന് പറയും. പിന്നെ ആണുങ്ങളെ വശീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്, അങ്ങനെയൊന്നുമില്ല അവൾ അടങ്ങി ഒതുങ്ങി തന്നെ അവിടെ കഴിയണേന്ന് പറയും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്താ നിനക്ക് പ്രശ്നം? എനിക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അവളെ എൻ്റെ തലയിൽ കയറി ഞണ്ട് ഇറുക്കണ പോലെ എനിക്ക് അവളെ കാണുമ്പോൾ തോന്നുന്നത്. എന്നിട്ട് അകത്തേക്ക് നോക്കി കമലില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാണ്, അവൾക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കാനും എന്തൊക്കെയോ പറയാനുള്ള പോലത്തെ ഒക്കെ ഒരു സംശയമാണ് എന്ന് പറയും. അങ്ങനെയോന്ന് ചോദിക്കും. അങ്ങനെയാണെന്ന് പറയും. അപ്പോൾ എന്തോ അവൾ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെയാണ് തോന്നണമെന്ന് പറയും. എന്നാൽ ശരി, നമുക്ക് പോയി കളയാമെന്ന് പറഞ്ഞ് രണ്ടാളെയും കൂടെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നീട് അലീനനെ കാണിക്കുന്നത് ബെല്ലടി കേട്ട് വന്ന് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ രേവതിക്കുട്ടി കയറി വന്ന് അലീനനെ കെട്ടിപ്പിടിക്കുന്ന മാമച്ചായനും ഗ്രേസ് ആൻറ്റിയും ഒക്കെ കൂടി അലീനനെ കാണാൻ വന്നേക്കണ്. പിന്നെ വൈജയന്തി പൊട്ടിത്തെറിക്കുന്ന അവരോട്, ഞാൻ പറഞ്ഞതാണ് ഇവിടുന്ന് പോകാൻ, എനിക്ക് ഇവിടെ വേണ്ട, എത്ര പറഞ്ഞാലും പോകില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയും. പെട്ടെന്ന് മോനാണ് മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാം കേട്ടുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മാമച്ചായനോടും ഗ്രേസ് ആൻറ്റിയോടും പറയുന്നത്, അലീനനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ സമ്മതത്തോടെ അലീനനെ ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റും, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. എൻ്റെ സമ്മതത്തോടെ കൊണ്ടുപോകില്ല എന്ന് പറയും. അലീന ഇവിടെ നിൽക്കുന്നത് എനിക്ക് സമാധാനക്കേടുണ്ടെന്ന് വൈജയന്തി മുകളിലേക്ക് നോക്കി വിളിച്ചു പറയും. അതൊക്കെ നിൻ്റെ കൊല്ലപ്പള്ളിയിൽ അവിടെ പോയി കഴിഞ്ഞിട്ട് ഭരിച്ചാൽ മതി, ഇവിടെ അതൊന്നും നടക്കില്ല, ഇവിടെ ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നടക്കുള്ളൂ ഇപ്പോൾ തൽക്കാലം എന്ന് പറയും. എനിക്ക് ഇവളെ പറഞ്ഞയക്കാനേ വേറൊരാളുടെ സമ്മതം വേണ്ട, ഇവളുടെ സമ്മതം മാത്രം മതി എന്ന് പറയും. അതാണല്ലോ നിനക്ക് കിട്ടാത്തതെന്ന് ചോദിക്കും. പിന്നെ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മാമച്ചായനും ഗ്രേസ് ആൻറ്റിയൊക്കെ മനസ്സിലാക്കണ്. അങ്ങനെ ഒരു യാത്ര പറഞ്ഞ് പോകണ്. അവർക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ എന്തെങ്കിലും കൊടുത്തോന്ന് പോലും അറിയില്ല. അവർ വിഷമത്തോടെ പോകണത് നോക്കി കഴിഞ്ഞിട്ട് അലീന സങ്കടത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ മനുവിനെ കാണുന്നുണ്ട്. മനുവിനോട് പറയും രാജീവൻ, നീ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നതെന്ന് അറിയാം, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഞാൻ അതിൽ ഇടപെടാൻ പോണ്, അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, നീ ഇതിൽ ഇടപെടരുതെന്ന് പറയുമ്പോൾ, ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രം നിൽക്കുള്ളൂ, ആൻറ്റീൻ്റെ പക്ഷത്ത് ന്യായമില്ല എന്ന് എനിക്ക് 100% അറിയാം, അങ്കിളിൻ്റെ പക്ഷത്ത് ന്യായം ഉണ്ടെന്ന് പറയും. എന്തായാലും നീ ഇതിൽ ഇടപെടരുതെന്ന് മനുവിനോട് പറയുമ്പോൾ മനു ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നതോടെയാണ് പ്രൊമോ കൂടി അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.